കുറച്ചു പെൺകുട്ടികൾ വൈകുന്നേരം പതിവ് പോലെ ഒത്തുകൂടി ഒരു പാർട്ടി നടത്താം അവർ തീരുമാനിച്ചു. അതിനുള്ള ഏർപ്പാടുകളും ചെയ്തു. അല്പം വീഞ്ഞു വാങ്ങാനായി അവർ പുറത്തേക്ക് പോയി. കുറെ അസ്ഥികൾ വഴിയിൽ കിടക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട് അവർ തമാശയായി പറഞ്ഞു, ഹേയ് എല്ലുകളെ, ഞങ്ങൾ ഒരു സായാഹ്ന വിരുന്ന് നടത്തുകയാ. ഞങ്ങളുടെ അതിഥികളായി വരുന്നോ? എന്നിട്ട് അവർ ചിരിച്ചുകൊണ്ട് നടന്നുപോയി. വൈൻ വാങ്ങിക്കൊണ്ട് തിരികെ വീട്ടിലേക്ക് വന്നു. വാതിൽപ്പടി കടന്ന് വീടിനുള്ളിൽ കയറി. അപ്പോഴേക്കും അസ്ഥികൾ പുരുഷന്മാരുടെ രൂപത്തിൽ മേശയ്ക്ക് ചുറ്റും വന്നിരുന്നു. എന്നിട്ട് ആ യുവതികളോട് പറഞ്ഞു, ഞങ്ങൾക്കും അല്പം വീഞ്ഞു തരൂ. പെൺകുട്ടികൾ അവർക്ക് വീഞ്ഞ് പകർന്നു കൊടുത്തു. ഞങ്ങൾക്ക് ഭക്ഷണം തരൂ. പെൺകുട്ടികൾ അതും വിളമ്പി. അവർ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനിരുന്നു. കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും അല്പം ഭക്ഷണം താഴെ വീണു. പെട്ടെന്ന് അസ്ഥികൾ തങ്ങളുടെ കാലുകൾ ഉയർത്താനും ബെഞ്ചിനടിയിലൂടെ നീട്ടാനും തുടങ്ങി. പെൺകുട്ടികൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അസ്ഥികൾ അവരുടെ പിന്നാലെ ഓടി. അവർ ഒരു പെൺകുട്ടിയെ പിടികൂടി മുട്ടിനു കുറുകെ പിടിച്ച് വിറകുകമ്പ് പോലെ ഓടിച്ചു. ബാക്കിയുള്ള യുവതികൾ ഓടി തട്ടിൻ പുറത്തു കയറി രക്ഷപ്പെട്ടു. പിന്നിലായിപ്പോയ ഒരു പെൺകുട്ടി വെള്ളം നിറയ്ക്കുന്ന വീപ്പയ്ക്ക് പിറകിലായി ഒളിച്ചിരുന്നു. എല്ലുകൾ തട്ടിൻപുറത്തിന് തൊട്ടു താഴെ ചെന്ന് വിളിച്ചു ചോദിച്ചു, അവിടെ എന്താണുള്ളത്? ഈശ്വരന്റെ മെഴുകുതിരി. അവർ താഴേക്ക് തിരിഞ്ഞു ചോദിച്ചു, അവിടെ എന്താണുള്ളത്? ഒളിച്ചിരുന്ന പെൺകുട്ടി പറഞ്ഞു, രാക്ഷസന്റെ തീക്കോല്. അസ്ഥികൾ കൂട്ടമായി ചെന്ന് വെള്ളിവീപ്പയ്ക്ക് പിന്നിൽ മറഞ്ഞിരുന്ന പെൺകുട്ടിയെ കഴുത്തു ഞെരിച്ചു കൊന്നു. പ്രണവപ്രകാശത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹസ്താമൃഷ്ടമണിദർപ്പണോജ്വലമനോജ്ഞഗണ്ഡഫലകദ്വയേ ബിംബിതാനുപമകുണ്ഠലസ്തബകമണ്ഠിതാനനസരോരുഹാം സ്വർണപങ്കജദളാന്തരുല്ലസിതകർണികാസദൃശനാസികാം കർണവൈരിസഖസോദരീം അനിശമാശ്രയേ ത്രിപുരസുന്ദരീം. കൈകൊണ്ട് പൊടി തുടച്ചു കളഞ്ഞാൽ തെളിയുന്ന കണ്ണാടി പോലെ അതിമനോഹരമായ കവിൾത്തടത്തിൽ പ്രതിബിംബിക്കുന്ന കുണ്ഡലങ്ങളാകുന്ന മൊട്ടുകളാൽ അലങ്കരിക്കപ്പെട്ടിട്ടുള്ള മുഖമാകുന്ന താമരയോടു കൂടിയവളാണ് അമ്മ. സ്വർണത്താമരയിലെ ദളങ്ങൾക്കുള്ളിൽ ശോഭിക്കുന്ന കർണികയ്ക്ക് തുല്യമായിട്ടുള്ള നാസികയോടു കൂടിയവളും ശ്രീകൃഷ്ണന്റെ സഹോദരിയുമായ ത്രിപുരസുന്ദരി ദേവി അമ്മേ, എപ്പോഴും ഞാൻ അവിടുത്തെ ആശ്രയിക്കുന്നു. നാരായണൻ എന്ന നാമം കേൾക്കുന്ന മാത്രയിൽ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ശ്രീ മഹാവിഷ്ണുദേവന്റെ രൂപമാണ്. എന്നാൽ നാരായണൻ എന്ന പദത്തിന് ശിവൻ എന്നും അർത്ഥമുണ്ട്. ആപോ നാരായിതി പ്രോക്ത ആപോ വൈ നരസൂനവ അയനം തസ്യ തായസ്മാത് തേന നാരായണ സ്മൃത. ജലത്തിന് നാര എന്ന് നാമമുണ്ട്. കാരണം അത് നരനിൽ നിന്ന്, അതായത് ബ്രഹ്മത്തിൽ നിന്നും ഉണ്ടായതാണ്. അദ്ദേഹത്തിൻ്റെ വാസസ്ഥാനം ജലം ആയതുകൊണ്ട് നാരായണൻ എന്ന് പറയുന്നു. ലോകാവസാനം പ്രളയമേഘങ്ങൾ കൊണ്ടുണ്ടാകുന്ന മഴയിൽ ഭൂമി മുഴുവൻ അലിഞ്ഞു ചേരും. അപ്പോൾ സൂര്യൻ അവ ഉള്ളിലാക്കുന്നു. വീണ്ടും സൃഷ്ടി തുടങ്ങുന്ന സമയത്ത് മഹാഭൂതങ്ങളോടൊപ്പം കാരണമാകുന്ന ജലവും ഉണ്ടാകുന്നു. ശ്രീ മഹാവിഷ്ണു ലോകസൃഷ്ടിക്കു വേണ്ടി തൻ്റെ നാഭിയിലെ താമരയിൽ ബ്രഹ്മാവിനെ സൃഷ്ടിക്കുന്നു. നാരായണനും അമ്മയ്ക്കും തമ്മിൽ വ്യത്യാസമില്ല. ശിവൻ അർദ്ധനാരീശ്വരനാണ്. അതുകൊണ്ട് നാരായണി, ഗോവിന്ദരൂപിണി എന്നെല്ലാം അമ്മയ്ക്ക് നാമങ്ങളുണ്ട്. അതുകൊണ്ടാണ് നാരായണി എന്ന നാമം വാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമത്തിൽ 298 മന്ത്രമായി ചേർത്തു വച്ചിട്ടുള്ളത്. കൂർമ്മപുരാണത്തിൽ അഹം നാരായണോ ഗൗരി ജഗന്മാതാ സനാതനി വിഭജ്യ സംസ്ഥിതോ ദേവാ സ്വാത്മാനം പരമേശ്വര ന മേ വിദു
പരം തത്വം ദേവാദ്യ ന മഹർഷയ ഏകോഹം വേദ വിശ്വാത്മാ ഭവാനി വിഷ്ണുരേവ ച. പരമാത്മാവായ ഞാൻ 2 രൂപങ്ങളായി കാണപ്പെട്ടു. ഒന്ന് നാരായണനും രണ്ടാമത്തേത് വിശ്വജനനിയായ ഗൗരിയും. എൻ്റെ പരമമായ സ്വഭാവം ഞാൻ ഏകമായതുകൊണ്ട് ദേവന്മാർക്കോ മഹർഷികൾക്കോ അറിയില്ല എന്നുള്ളതാണ്. ഞാൻ ദേവിയും വിഷ്ണുവും ആകുന്നു. അപ്രകാരം വിഷ്ണുവും ശിവനും ദേവിയുമെല്ലാം ഒന്നായതുകൊണ്ട് ഇവിടെ നാരായണി എന്ന നാമം അന്വർത്ഥമാകുന്നു. അയനം എന്ന വാക്കിന് ആസ്ഥാനം, ആശ്രയം എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്. ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ നരാനാം അയനം യസ്മാത് തസ്മാത് നാരായണ സ്മൃത, നരന്മാർക്ക് അതായത് എല്ലാ ജീവനുകൾക്കും ആശ്രയം ആയിട്ടുള്ളവൻ നാരായണൻ എന്നിങ്ങനെ അർത്ഥം കാണുന്നു. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ദേവി മഹാത്മ്യം 11-ാം അധ്യായത്തിലെ 9-ാമത്തെ മന്ത്രമാണ് ഇത്. ദേവി മഹാത്മ്യത്തിലെ 11-ാം അധ്യായത്തിൽ നാരായണീയ സ്തുതി, അതിൽ 16 മന്ത്രങ്ങളാണ് ഉള്ളത്. സർവമംഗളമംഗല്യേ, സമസ്ത മംഗളാദികൾക്കും മംഗളസ്വഭാവത്തിൻ്റെ രൂപത്തോടു കൂടിയ ദേവി എന്ന് പറഞ്ഞാൽ എല്ലാ മംഗളവസ്തുക്കൾക്കും മംഗളം നൽകുന്ന അമ്മേ. പൂർണ്ണകുംഭം തുടങ്ങിയിട്ടുള്ള മംഗളവസ്തുക്കൾക്ക് മംഗളം നൽകുന്നത് അമ്മയാണ് എന്ന് അർത്ഥം. മംഗ്യതേ ഗമ്യതേ അനേന ലക്ഷ്മീരിതി മംഗളം. ഐശ്വര്യം നൽകുന്ന വസ്തു മംഗളം. അവയ്ക്ക് മംഗളത്വം നൽകുന്നത് ദേവിയാകുന്നു. ശിവേ, കല്യാണത്തെ ചെയ്യുന്ന ദേവി അഥവാ രക്ഷാസ്വരൂപിണി. സർവാർത്ഥസാധികെ, എല്ലാ പുരുഷാർത്ഥങ്ങളും നൽകി അനുഗ്രഹിക്കുന്ന അമ്മേ. എല്ലാ പുരുഷാർത്ഥങ്ങളും നൽകുവാൻ അമ്മയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ. മറ്റു ദേവതാദികൾക്കൊന്നും തന്നെ അതിനുള്ള ശക്തിയോ കഴിവോ ഇല്ല. ശരണ്യേ, ശരണം പ്രാപിക്കുന്നവരിൽ കനിവുള്ള അമ്മേ. ത്രയംബകേ, ഭക്തരെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി രൂപം സ്വീകരിക്കുമ്പോൾ 3 കണ്ണുകൾ ഉള്ള അമ്മേ. ഗൗരി, സ്വർണത്തിൻ്റെ നിറത്തോടു കൂടിയ അമ്മേ. നാരായണി, അല്ലയോ നാരായണി. നമോസ്തുതേ, അമ്മേ അവിടേക്ക് നമസ്കാരം. സമസ്ത മംഗളവസ്തുക്കൾക്കും മംഗളസ്വഭാവം നൽകിക്കൊണ്ട് കല്യാണകാരിണിയും എല്ലാ പുരുഷാർത്ഥങ്ങളും ഭക്തർക്ക് നൽകുന്ന അമ്മയായിട്ടും ശരണം പ്രാപിക്കുന്നവരിൽ ദയയുള്ള അമ്മയായും 3 കണ്ണുകളോടുകൂടി സ്വർണ്ണനിറത്തോടുകൂടി ഇരിക്കുന്ന അല്ലയോ അമ്മേ ദേവി ഭഗവതി അവിടേക്ക് നമസ്കാരം. നാരായണി എന്ന നാമമന്ത്രം ജപിക്കുമ്പോൾ ദേവി മഹാത്മ്യത്തിൽ ഈ മന്ത്രം കൂടി ചൊല്ലുന്നത് വളരെ നല്ലതാണ്. ഓം നാരായണ്യൈ നമഃ. ഓം ഓം ഹ്രീം നാരായണ്യൈ നമഃ. നാദരൂപ, വാഗ്ദേവതകൾ നമുക്ക് നൽകുന്ന അടുത്ത നാമമന്ത്രം. നാദം രൂപമായിട്ടുള്ളവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം. ശബ്ദത്തിൻ്റെ അഥവാ നാദത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണമെന്താണ്? കമ്പനം അഥവാ ചലനം. അതാണ് ശബ്ദമുണ്ടാവാനുള്ള കാരണം. പ്രപഞ്ചത്തിൽ ബ്രഹ്മാണ്ഡങ്ങളുടെ ചലനം, ബ്രഹ്മാണ്ഡങ്ങളിൽ ഉള്ള ഭൂമി തുടങ്ങിയ ഗോളങ്ങളുടെ ചലനം, ഓരോ ഗോളത്തിലും ചരങ്ങളും അചരങ്ങളുമായ അതായത് ജീവനുള്ളവയും ഇല്ലാത്തവയും സഞ്ചരിക്കുന്നവയും സഞ്ചരിക്കാത്തവയും അങ്ങനെ വിവിധ വസ്തുക്കളുടെ ചലനം, ഓരോ ജീവിയിലും അവയുടെ അവയവങ്ങളുടെയും വായിൽ നിന്നും മറ്റും ഉണ്ടാകുന്ന ശബ്ദങ്ങളും എല്ലാം തന്നെ ശബ്ദം ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ശബ്ദം എങ്ങനെ ഉണ്ടായാലും എവിടെ നിന്ന് ഉണ്ടായാലും അതൊക്കെ തന്നെ അമ്മയുടെ രൂപമാണ് എന്നാണ് ഈ നാമത്തിലൂടെ നമുക്ക് വാഗ്ദേവതകൾ പറഞ്ഞു തരുന്നത്. മന്ത്രത്തിന് അതുപോലെ ശബ്ദത്തിനുമൊക്കെ എന്തെങ്കിലും ശക്തിയുണ്ടോ എന്ന് ചിലരെങ്കിലും ചോദിക്കാറുണ്ട്. ശബ്ദത്തിന്
ഒരു ശക്തിയും ഇല്ല എങ്കിൽ പിന്നെ ശബ്ദമലിനീകരണ നിയന്ത്രണത്തിന് നിയമങ്ങൾ എന്തിനാണെന്നാണ് തിരിച്ചു ചോദിക്കാനുള്ളത്. മന്ത്രപരമായിട്ട് ഈ നാമത്തിന് അർത്ഥങ്ങളുണ്ട്. അവ ഉത്തമനായ ഗുരുവിൽ നിന്നും ഹൃദയസ്ഥമാക്കേണ്ടതുമാണ്. വാക്കുകൾ അതിസൂക്ഷ്മമായി രൂപം കൊള്ളുമ്പോൾ അത് കേൾക്കുന്നതിനനുസരിച്ച് ശബ്ദത്തിന് വളർച്ചയുണ്ടാകുന്നു. ഇവയ്ക്ക് പരാ, പശ്യന്തി, മധ്യമ, വൈഖരി എന്നിങ്ങനെയാണ് പറയുന്നത്. മധ്യമയിൽ നിന്നും വൈഖരി രൂപത്തിൽ എത്തുന്നതിനിടയിൽ 9 നാദങ്ങളുണ്ട്. ആ, ക, ച, ട, ത, പ, യ, ശ, ള. ഇവയ്ക്കെല്ലാം കാരണമായിട്ടുള്ളത് അമ്മയാണ് എന്ന് വരിവസ്യ രഹസ്യത്തിൽ ഭാസ്കരരായർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഓം നാദരൂപായൈ നമഃ. ഓം ഓം ഹ്രീം നാദരൂപായൈ നമഃ. നാരായണി എന്ന നാമമന്ത്രത്തോടൊപ്പം ചേർത്തിട്ടുള്ള ദേവീ മാഹാത്മ്യത്തിലെ നാരായണീ സ്തുതിയിലെ മന്ത്രം കൂടി ചേർത്ത് ജപിക്കുന്നത് നല്ലതാണ്. ശത്രുദോഷം മാറുന്നതിന് ഏറ്റവും നല്ല ഒരു മന്ത്രമാണ് ഇത്. ദേവീ മാഹാത്മ്യത്തിലെ മന്ത്രം കൂടി ചേർത്ത് ജപിക്കുമ്പോൾ ത്രിമൂർത്തികളുടെ സാന്നിധ്യവും അനുഗ്രഹവും അതോടൊപ്പം തന്നെ കിട്ടുന്നു എന്നുള്ളതാണ് ഈ മന്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഗുണം. കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം എപ്പോൾ വേണമെങ്കിലും ജപിക്കാവുന്ന 2 മന്ത്രങ്ങളാണ് ഈ അധ്യായത്തിൽ വിവരിച്ചത്. ഇത്രയേറെ വിശദീകരിച്ച് എന്തിനാണ് ഇങ്ങനെ വിവരിക്കുന്നത്? അർത്ഥത്തിൻ്റെ വല്ല ആവശ്യവും ഉണ്ടോ എന്ന് ചിലർക്കെങ്കിലും സംശയം തോന്നാം. അർത്ഥമില്ലാതെ അല്ലെങ്കിൽ അർത്ഥമൊന്നും അറിയാതെ വെറുതെ ചൊല്ലിയാൽ പോരെ, ഫലം കിട്ടുകയില്ലേ എന്നിങ്ങനെ ചിലർ ചോദിക്കാറുമുണ്ട്. കിട്ടും. അതെങ്ങനെയാണെന്നല്ലേ? അത് പറയാം. കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദഭം. പൂന്താനത്തിൻ്റെ വരികളാണ്. കുങ്കുമം ചുമക്കുന്ന കഴുതയ്ക്ക് ചുമക്കുന്ന സാധനത്തിൻ്റെ പ്രാധാന്യം അറിയില്ല. അതിന് എന്തും ഭാരമാണ്. സ്വർണമായാലും ചന്ദനമായാലും ഉപ്പായാലും എല്ലാം ഒരുപോലെ തന്നെ. ജോലിക്ക് ഭക്ഷണവും വെള്ളവും കിട്ടും. അതുപോലെ അർത്ഥം അറിയാത്ത മന്ത്രങ്ങൾ എന്തോ വലിയ സാധനമാണ് എന്നല്ലാതെ എന്തു ഗുണമാണ് അതുകൊണ്ട് ലഭിക്കുക എന്നൊന്നും അറിയില്ല. പണ്ടൊരിടത്ത് ഒരു രാജാവുണ്ടായിരുന്നു. രാജ്യമെല്ലാം ശത്രുക്കൾ ആക്രമിച്ച് കീഴടക്കി. രാജാവ് ആരും അറിയാതെ ഖജനാവിലുള്ള കുറെ സ്വർണം എടുത്ത് കൊട്ടാരത്തിൻ്റെ മധ്യത്തിൽ ഒരു നിലവറ ഉള്ളതിൽ കുഴിച്ചിട്ടു. കാലം വളരെ കടന്നുപോയി. രാജവംശങ്ങളെല്ലാം നശിച്ചുപോയി. അവിടെ കാടുകയറിക്കിടന്നു വർഷങ്ങളോളം. പിന്നീട് കുറെ മനുഷ്യരവിടെ എത്തി. വെട്ടിത്തെളിച്ച് കുടിലുകളൊക്കെ കെട്ടി താമസവും തുടങ്ങി. വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞു. ആ കൊട്ടാരത്തിൻ്റെ സ്ഥാനത്ത് ഇന്ന് ഒരു വലിയ കുടിലാണുള്ളത്. ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു വലിയ കുടുംബം. അവിടെ അവർ ഒരു കിണർ കുഴിക്കുവാൻ തുടങ്ങി. അങ്ങനെ വളരെയേറെ കുഴിച്ചു ചെന്നപ്പോൾ അതിൽ നിന്നും ഒരു ദേവീരൂപവും മറ്റും കൊത്തിയിട്ടുള്ള ഒരു സവിശേഷമായ കൽവിഗ്രഹം കിട്ടി. അവരതെടുത്ത് കുടിലിൻ്റെ ഒരു മൂലയിൽ വച്ച് പൂജിക്കുവാനും മറ്റും തുടങ്ങി. പൂജകളൊക്കെ മുറയ്ക്ക് നടന്നുകൊണ്ടിരുന്നു. അവർ അതിനു മുന്നിൽ മൃഗങ്ങളെ ബലി നൽകിയും ചിലർ അതിന് പായസവും മറ്റും നൽകിയും പൂജിച്ചു കൊണ്ടിരുന്നു. കാലം പിന്നെയും കഴിഞ്ഞു. ഒരു ദിവസം അതിശക്തമായ കാറ്റും മഴയും പതിവില്ലാതെ ഉണ്ടായി. മേൽക്കൂര ഇടിഞ്ഞ് വിഗ്രഹത്തിന് മുകളിൽ വീണു. അപ്പോൾ ആ വിഗ്രഹം പിളർന്ന് അതിൽ നിന്നും സ്വർണ്ണ നാണയങ്ങളും രത്നങ്ങളും പുറത്തു വന്നു. ആ വീട്ടുകാർ അമ്പരന്നുപോയി. തലമുറകളായി തങ്ങൾ ഈ സ്വർണവും മറ്റും വച്ചുകൊണ്ടാണ് പട്ടിണി കിടന്നത് എന്നോർത്ത് അവർ തലയിൽ കൈവച്ചിരുന്നു പോയി. ഇതേ അവസ്ഥയാണ് അർത്ഥം അറിയാതെയുള്ള നാമജപത്തിൻ്റെ അഥവാ മന്ത്രജപത്തിൻ്റെ ഫലം. നാരായണീ ദേവിയും നാദരൂപിണിയുമായ അമ്മേ ഭഗവതി, അവിടുന്ന് എല്ലാവരെയും അനുഗ്രഹിച്ചാലും. അവിടുത്തെ തൃപ്പാദ പത്മങ്ങളിൽ സാഷ്ടാംഗ പ്രണാമങ്ങളോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.